ഹോട്ടലുകൾക്കും മറ്റ് വാണിജ്യ സ്ഥാപനങ്ങൾക്കും ആശ്വാസമായി രാജ്യത്ത് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില കുറച്ചു. 19 കിലോഗ്രാം സിലിണ്ടറിന് 183 രൂപയാണ് കുറച്ചത്. പുതുക്കിയ നിരക്കുകൾ ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇതോടെ ഡൽഹിയിൽ വാണിജ്യ സിലിണ്ടറിന്റെ വില 3113.50 രൂപയിൽ നിന്ന് 2930 രൂപയായി കുറഞ്ഞു. അതേസമയം 14.2 കിലോഗ്രാം വരുന്ന ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി തുടർച്ചയായി വില വർദ്ധിച്ചതിന് ശേഷം ഈ വർഷം രേഖപ്പെടുത്തുന്ന ആദ്യ വിലക്കുറവാണ്. ജനുവരിയിൽ ഡൽഹിയിൽ 1691.50 രൂപയായിരുന്ന 19 കിലോ സിലിണ്ടർ വില തുടർന്നുള്ള മാസങ്ങളിൽ കുത്തനെ ഉയരുകയായിരുന്നു. മാർച്ചിൽ 2 തവണയായി 142.50 രൂപ വർദ്ധിപ്പിച്ചു. മെയ് മാസത്തിൽ ഒറ്റയടിക്ക് 993 രൂപയും ജൂൺ 1 വീണ്ടും 42 രൂപയും കൂട്ടിയതോടെയാണ് വില 3113.50 രൂപയിലെത്തിയത്. ഇതിനുശേഷമാണ് ഇപ്പോൾ 183 രൂപയുടെ കുറവ് വരുത്തിയിരിക്കുന്നത്. യുഎസിന്റെ ഇറാൻ ആക്രമണത്തെ തുടർന്നാണ് എണ്ണക്കമ്പനികൾ പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ വൻ വർധനവ് വരുത്തിയത്. ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ചതോടെയാണ് വില കൂട്ടിയത്. ഇതിൽ വാണിജ്യ പാചകവാതക സിലിണ്ടറിനാണ് ഏറ്റവും കൂടുതൽ വർധന വരുത്തിയത്. ഇതിൽ ചെറിയൊരു അംശം മാത്രമാണ് ഇപ്പോൾ കുറച്ചത്. അതേസമയം യുദ്ധകാലവുമായി താരതമ്യം ചെയ്യുമ്പോൾ വൻ വിലയിടിവിലാണ് രാജ്യാന്തര വിപണിയിൽ എണ്ണ വിൽക്കുന്നത്. ബാരലിന് $73.18 ഇന്ത്യ ഉപയോഗിക്കുന്ന ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ വില. WTI ക്രൂഡ് ഓയിലിന്റെ വ്യാപാരം $69.77 പുരോഗമിക്കുന്നു. അതേസമയം ഇന്ധനവില കുറച്ച് സ്വകാര്യ കമ്പനിയായ നയാര എനർജി രാജ്യവ്യാപകമായി പെട്രോളിന് 5 രൂപയും ഡീസലിന് 3 രൂപയുമാണ് കുറച്ചത്. രാജ്യാന്തര വിപണിയിൽ എണ്ണവില കുറഞ്ഞ സാഹചര്യത്തിലാണ് നയാരയുടെ നടപടി. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളിൽ അയവ് വന്നതിന് ശേഷം ഇത്രയും വില കുറയ്ക്കുന്നത് ഇതാദ്യമായാണ്. രാജ്യത്തെ 7000 നയാര പമ്പുകളിൽ ഇന്നു മുതൽ പുതുക്കിയ നിരക്ക് നിലവിൽ വന്നു. രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞിട്ടും ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില കുറയ്ക്കാൻ പൊതുമേഖലാ എണ്ണ കമ്പനികളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവ തയ്യാറായിട്ടില്ല. രാജ്യത്തിന് ആവശ്യമായ 90% ഇന്ധനവും വിതരണം ചെയ്യുന്നത് ഈ കമ്പനികളാണ്. അതേസമയം ജൂലൈ മാസത്തേക്കുള്ള പെട്രോളിന്റെയും ഡീസലിന്റെയും ചില്ലറ വിൽപ്പന വില പ്രഖ്യാപിച്ച് UAE ഇന്ധന വില കമ്മിറ്റി. പുതിയ നിരക്കുകൾ പ്രകാരം സൂപ്പർ 98 പെട്രോൾ ലിറ്ററിന് 3.40 ദിർഹത്തിന് ലഭിക്കും. ജൂണിൽ ലിറ്ററിന് 3.95 ദിർഹമായിരുന്നു സൂപ്പർ 98 പെട്രോളിന്റെ വില. 0.55 ദിർഹമാണ് ലിറ്ററിന് കുറഞ്ഞിരിക്കുന്നത്. സ്പെഷ്യൽ 95 പെട്രോളിന് ജൂണിലെ 3.85 ദിർഹത്തിൽ നിന്ന് 3.29 ദിർഹമായും വില കുറച്ചു. ഇ പ്ലസ് പെട്രോൾ വില 3.21 ദിർഹമാണ്. ജൂണിൽ ഇ പ്ലസ് പെട്രോളിന് ലിറ്ററിന് 3.76 ദിർഹമായിരുന്നു വില. 4.33 ദിർഹമായിരുന്ന ഡീസലിന്റെ വില 3.60 ലിറ്ററായും കുറച്ചിട്ടുണ്ട്. ലിറ്ററിന് 73 ഫിൽസിന്റെ കനത്ത കുറവാണ് ഡീസൽ വിലയിൽ ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പൊതുഗതാഗത മേഖലയ്ക്കും വിവിധ ലോജിസ്റ്റിക് കമ്പനികൾക്കും വ്യവസായശാലകൾക്കും നൽകുന്ന ആശ്വാസം വളരെ വലുതാണ്. പുതുക്കിയ വിലകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ആഗോള ഊർജ്ജ വിപണികളിലെ വില നിലവാരത്തിനനുസൃതമായി UAE ഇന്ധന വില സമിതി എല്ലാ മാസത്തിന്റെയും അവസാനം ചില്ലറ ഇന്ധന വിലകൾ അവലോകനം ചെയ്യുകയും ക്രമീകരിക്കുകയും ചെയ്യാറുണ്ട്. ഫെബ്രുവരി 28 മിഡിൽ ഈസ്റ്റ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം UAEയിലെ ചില്ലറ ഇന്ധന വിലകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 60% രാജ്യത്ത് ഇന്ധനവില കുതിച്ചുയർന്നത്. ജൂൺ മാസത്തിൽ ആഗോള എണ്ണവില കുറയുന്ന പ്രവണതയുള്ളതിനാൽ ജൂലൈയിൽ ചില്ലറ ഇന്ധനവില കുറയുമെന്ന നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. മിക്ക കുടുംബങ്ങൾക്കും ഇന്ധനം അത്യാവശ്യം ഉള്ളതും ആവർത്തിച്ചുള്ളതുമായ ചെലവായതിനാൽ UAE പെട്രോൾ വിലയിലെ പ്രതിമാസ മാറ്റങ്ങൾ ഗാർഹിക ബജറ്റുകളെ നേരിട്ട് ബാധിക്കുന്നു. ചെറിയ വില വർധനവ് പോലും ഗാർഹിക ബജറ്റുകളെ ബാധിക്കും. കാരണം വാഹനം ഓടിക്കുന്നവർ അവരുടെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം ഇന്ധനത്തിനായി നീക്കിവെക്കാൻ നിർബന്ധിതരാകുന്നു. UAEയിലെ ജനങ്ങൾ കഠിനമായ വേനൽ ചൂട് നേരിടുന്ന സമയത്താണ് ഇന്ധനവിലയിൽ ഇത്രയും വലിയ ഇളവ് വരുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ചൂടുകാലമായതിനാൽ എയർ കണ്ടീഷണറുകളുടെ നിരന്തര ഉപയോഗം കാരണം വാഹനങ്ങളിൽ സാധാരണയേക്കാൾ കൂടുതൽ ഇന്ധനം വേഗത്തിൽ ചെലവാക്കുന്ന സമയമാണിത്. പുതിയ ഇളവുകൾ പ്രതിമാസ യാത്രാ ചെലവും വീട്ടു ബജറ്റും കൃത്യമായി നിയന്ത്രിക്കാൻ സാധാരണക്കാരായ പ്രവാസികൾക്ക് ഏറെ സഹായകരമാകും. ചരക്ക് നീക്കത്തിനുള്ള വലിയ ഇന്ധന ചെലവുകൾക്ക് കാര്യമായ കുറവുണ്ടാകുന്നത് വഴി പൊതുവിപണിയിലെ വിലക്കയറ്റം ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ ഇതിലൂടെ സാധിച്ചേക്കും. പ്രത്യേകിച്ചും അയൽരാജ്യങ്ങളിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും എത്തുന്ന ഭക്ഷണ സാധനങ്ങളുടെയും പുതിയ പച്ചക്കറികളുടെയും വിതരണത്തിൽ ചെലവുകൾ കുറയുന്നത് ഉപഭോക്താക്കൾക്ക് കൂടുതൽ വിപണി ഇളവുകൾ നൽകും. UAEയിൽ ഓരോ മാസത്തെയും അവസാന തീയതികളിലാണ് തൊട്ടടുത്ത മാസത്തേക്ക് നിലവിൽ വരുന്ന കൃത്യമായ ഇന്ധന വില വിവരങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.